വന്നേക്കാണ് ഗൈസ്. ക്രിസ്മസിന് ശേഷം അടിച്ചുപൊളിക്ക് ശേഷം നമ്മളൊരു അടിച്ചുപൊളി ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളൊരു ചലഞ്ച് ആണ്. എന്തുകൊണ്ടാണ് അവന് ഇത്ര അധികം മോതിരായിട്ടിരിക്കുന്നത്? ഇന്നൊരു ചലഞ്ച് എടുത്തായിരുന്നു. അത് എല്ലാരും മാറി മാറി തടിയിൽ ഇടിച്ച്. പക്ഷെ ഞാൻ സ്ട്രോങ് ഗേൾ ആയതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു മുറിവ്. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് 3 പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ ഫുഡ് കൊണ്ടുവച്ച് തരും. എന്നിട്ട് നമുക്ക് ഡിപ്പ്, സോസ് ഉണ്ട്, ന്യൂട്ടെല്ല ഉണ്ട്, പിന്നെ ഉപ്പുമുളകും ഉണ്ട്. ഫുഡ് കൊണ്ട് വെക്കും. എന്നിട്ട് ആ 3 ഡിപ്പിന് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ടിരുന്ന രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ. ഇവിടെ ഇക്വാലിറ്റി ഇല്ല ഗൈസ്. ഇക്വാലിറ്റി ഇല്ല. നിനക്ക് എന്തായിരുന്നാലും ന്യൂട്ടെല്ല മതിയെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇക്വാലിറ്റി ഇല്ല. അപ്പൊ എന്റേതോ? നീ കുഞ്ഞാണ്. വലുതായതുകൊണ്ടാണ്. 3-4 പീസ് വേണമല്ലോ. അപ്പൊ നമുക്ക് കമന്ന് കിടക്കാം. ഈശ്വര ഭഗവാനെ, നല്ല എന്തായാലും കിട്ടണേ. നമുക്ക് സെലക്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. നമുക്ക് അടിയൊന്നും വേണ്ടേ. 1 2 3 സ്റ്റാർട്ട്. ചിക്കൻ കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് സോസ് കിട്ടി. ഇത് കൊള്ളാടാ. ഇത് പണ്ടത്തെ മനുഷ്യർ ഇങ്ങനെയാണ് കഴിക്കുക. സലാറിന് പ്രവാസം ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇത് ഇങ്ങനെ തിന്നാൻ കൊള്ളാം. നീ മണ്ടൽ കൊട്ടുകൊള്ളു. നീ അത് കഴിച്ചാൽ മതി. അത് പിന്നെ എങ്ങനെയെങ്കിലും ഇത് എങ്ങനെയാണ് ചിലപ്പോ കഴിച്ചാൽ നാളെ ഷഡ് കീറും രാവിലെ. ടേസ്റ്റ് അറിഞ്ഞു കഴിക്കാനീ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ? എന്റെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയാണ്? നല്ല കോമ്പിനേഷൻ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മുടെ അടുത്ത സാധനമാണ് പച്ചമാങ്ങ ഗൈസ്. പച്ചമാങ്ങ. ഇപ്പൊ ഡിസംബർ ടൈം അല്ലേ? പച്ചമാങ്ങ എവിടെ നിന്ന് ഒപ്പിച്ചുണ്ട്? പച്ചമാങ്ങ അത് മാർച്ചിലല്ലേ പച്ചമാങ്ങയൊക്കെ വരുന്നത്? ഇപ്പഴും കിട്ടും. ഓക്കെ, നമുക്ക് കണ്ണടക്കി കുനിയും. കാത്തോളിനെ മാങ്ങയുടെ പച്ചമുളകും ഇതൊക്കെ കിട്ടി നൈസായിട്ട്. പച്ചമുളകല്ല, മഞ്ഞപ്പൊടി. കുരുമുളക് പൊടി എടുത്തിട്ടാ കുറച്ച്. ഉപ്പുമുളകും. എല്ലാ ദൈവത്തിനെ വിളിച്ചിട്ട് ആനി ഫസ്റ്റ് എടുക്കും. കൊളാക്കി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുക്കും. നിങ്ങൾ എടുത്തിട്ട് ബാക്കി ഞാൻ എടുക്കാം. കഴിക്കേണ്ടത് അതറിയോ? നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്ത് നല്ല സാധനം നമ്മൾ ഇങ്ങനെ ഇറക്കേണ്ടിയിരിക്കുന്നു. ന്യൂട്ടെല്ല പോകത്തില്ല. അത് നമ്മൾ നല്ല കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ തെളിയിക്കും ഗൈസ്. ഫ്രൈഡ് ചിക്കൻ, മാങ്ങ, നാളെ കലങ്ങി. രണ്ട് സോഫ്റ്റ്. ഉപ്പുമുളക് തിന്നൂലെന്ന് ഞാൻ എപ്പോഴെല്ലാം നിന്നോണ്ടാ നിന്റെ നീ പറ. അതിന് നമ്മൾ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നത് ന്യൂട്ടെല്ല പാകയ. ആർക്ക് ജല്ലി വന്നു? അതിങ്ങനെ മേടിക്കും. അടുത്ത സാധനം ഇതിൽ എനിക്ക് ന്യൂട്ടെല്ല വന്നാ പൊളിച്ചു. പക്ഷെ എനിക്ക് ന്യൂട്ടെല്ല വരത്തില്ല. ലെഗ് നോക്കാം ഗൈസ്. എനിക്ക് ഭാഗ്യം ഉണ്ടോ നോക്കാം ഗൈസ്. എനിക്ക് ഭാഗ്യം. കണ്ണോപ്പൻ ഗൈസ്, ഇതിലൂടെ മുളക് കിട്ടിയ ടാസ്ക് ആണ്. എല്ലാ ദൈവത്തിനെ വിളിച്ചെടുക്കാം. എല്ലാ ദൈവത്തിനെ വിളിച്ച് കണ്ട് കിട്ടിയില്ലേ? എന്റെ കൺമുന്നിൽ കൊണ്ടുവച്ചെന്ന് എന്തിനാ എടുത്തു? തുറക്കും പിള്ളേരെ. എന്തിനാ
നിങ്ങൾക്ക് നാളെ രാവിലെ ഒരു ന്യൂസ് കാണാം. ബിയർഡ് കോമ്പിനേഷൻ കഴിച്ചു ഒരു കൊച്ചു മരിച്ചു. വേറെ ചെറുക്കൻ കനകക്കുറിച്ച് ജോലി ആദ്യം അനുസരിച്ചാ കഴിക്കും. അങ്ങോട്ട് മുക്കിയല്ലേ അയ്യോ അതിനകത്ത് ഒന്നുമില്ല, അതിലൊന്നുമില്ല. ഓറഞ്ച് കളർ ചെറിയൊരു എരിവിന്റെ ഒരു എസൻസ് ഉണ്ട് തൊണ്ടേന്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. കളർ മുളക് ഉപ്പ് വിട്ടു പോകത്തില്ലെന്ന് തോന്നുന്നു. നിറയെ മുക്കി ഇങ്ങനെ കഴിക്കാം. ഒരു ചാൻസ് ദൈവം എനിക്ക് ഒരു ചാൻസ് തന്നില്ല. നിങ്ങൾക്ക് 2 ഫ്ലേവർ ചെയ്യാണല്ലോ. ഇപ്പൊ എങ്ങനെ ഉണ്ടായാലും ഞാൻ കുറച്ച് മുളക് ആഡ് ചെയ്തിട്ട്. അടുത്ത സാധനം പഴം. ഇതിലെങ്കിലും എനിക്ക് ന്യൂട്രല്ല കിട്ടണേ. ദൈവം ഞാൻ ചങ്കും ചങ്കുമാണ്. പക്ഷെ സപ്ലൈ കൊടുക്കാറുണ്ട്, കുറച്ച് കൂടുതൽ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കടന്നു. എനിക്ക് എന്തായിരുന്നാലും മുളക് എടുക്കടാ. ലാനി കൊറേ സമയമായിട്ട് മൂഞ്ചിലോട്ട് ലാനി ദിവസം എടുക്കും. അങ്ങനെ ഒന്നുമില്ല, നീ എടുക്ക്. എന്താ സ്ഥലം ആർക്ക് വെക്കുന്നു? ബാക്കിൽ ആരും പറഞ്ഞിരുന്നില്ല. കള്ളക്കളി. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ദൈവം ചങ്കും ചങ്കാണ്. അതായതൊന്നുമില്ല, എടുത്ത് കഴിക്കും. പ്രോട്ടീനുള്ള സാധനം, ഇതിന് നല്ല ഫാറ്റ് ഉണ്ട്. മുക്ക് നല്ല രീതിയിൽ മുക്ക്. മധുരവും ഉപ്പും ഒക്കെ ചേരുമ്പോ സൂപ്പർ ആയിരിക്കാൻ തോന്നുന്നു കേട്ടോ. ഒന്ന് കഴിച്ചാൽ ഉപ്പ് കട്ട പായസം കഴിക്കുന്നതാണെങ്കിൽ ചെയ്യുന്നു. പായസം അത്ര നല്ല ടേസ്റ്റ് അല്ലേ? എനിക്കിഷ്ടമല്ല പായസം. എവിടെയോ കണ്ട് പരിചയം. ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത സാധനം പുളിച്ചിക്ക. ഞങ്ങളുടെ നാട്ടിൽ പുളിച്ചിക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? കമന്റ് ചെയ്യൂ. ദൈവമേ, ഇതിലെങ്കിലും എടുക്ക് ആളെ എക്സ്പ്രഷൻ നോക്കാം. അയ്യോ എനിക്ക് പേടിയാണ്. എനിക്ക് ന്യൂട്ടല്ല വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൈവം ചങ്കും ചങ്കുമാണ്. എനിക്ക് വേണ്ട, എനിക്ക് തരല്ലേ പ്ലീസ്. ഇത് ഞാൻ തിന്നൂല. ഉപ്പുമുളകും പുളിച്ചിക്കായിട്ട് കഴിച്ച് എത്ര മാസം. കൊറിയക്കാർ ഇങ്ങനെയാണ് തിന്നുന്നത്. അതിന്നില്ലല്ലോ, തിന്നു. എന്നെ മാത്രം എർത്തടിച്ച് അടുത്ത് നീ തിന്നു. ഇതോടെ സോസിനെ താണ്ടി പുളിച്ചിക്കന്നെ പുള്ളി നിൽക്കുന്നു. ചന്തിയിൽ നോക്കി നിൽക്കാം. വേറെ ലെവൽ. എനിക്ക് ദേഷ്യമാണ്. എനിക്ക് ദേഷ്യമാണ്. എനിക്ക് ഒന്നും ഇത് കിട്ടും. അടുത്ത പ്രാവശ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കടാ. എന്താണ് 3, 2, 1. കമ്പനിയിൽ ഫോട്ടോ എടുക്കാനില്ല. ഒരു വണ്ടി ഉണ്ടല്ലോ വെള്ളം ചുറ്റുന്നത്. ആണിങ്ങനെ കഴിച്ചപ്പോ ഒരു വണ്ടി. നെക്സ്റ്റ് സ്കൂളിൽ അങ്ങനെ പറയാം. ഞങ്ങളുടെ സ്റ്റേറ്റിലൊക്കെ ഇത് വേറെ രീതിയിലാണ്. സ്വീറ്റ് പൊറോട്ട എന്ന് പറയും. പല ആൾക്കാരും പറയും. കമന്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നല്ല കിട്ടാൻ പോണില്ല. എനിക്കറിയായിരുന്നു ഇരിക്കേണ്ടി വരും. എന്തോ ദൈവം ഇന്ന് അവന്റെ പ്രാർത്ഥന കേട്ടില്ല.
നിങ്ങൾ എന്നാ കഴിക്ക് ഫുഡ് കഴിക്ക്. അപ്പൊ ഇങ്ങനെ കോരി കഴിക്കടാ. പെറോട്ടയില് മുളക് വെച്ച് കഴിക്കുമല്ലോ അതുപോലെ എരിവ്. സൈഡ് കഴിക്കുന്നു അവിടെ കഴിക്കുന്നു. ഞാൻ നോക്കിട്ടേ പോകുന്നുള്ളൂ. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ അല്ല, ഒട്ടും കോമ്പിനേഷൻ. ഞാൻ കഴിച്ച ഒന്നും കൊള്ളത്തില്ല. അപ്പൊ ഞാനോ ഈ സോസെങ്കിലും കഴിച്ചു. ഞാൻ മുളക് പൊടിയില്ലേ കുറച്ചു നേരം കൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്നു. നെക്സ്റ്റ് മുളക് ബജ്ജി വാഴക്കാപ്പം പോലുണ്ട്. എനിക്ക് ന്യൂട്ടല്ല കിട്ടിയ ഞാൻ പരമ്പര നേടുവാൻ അതൊക്കെ ഒരു കഴിവ് തന്നെ അല്ലേ, ഒരെണ്ണം മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. കണ്ണടക്കി. ഓ ഇത്ര പ്രാവശ്യം എനിക്ക് ലേറ്റ് ആവുന്ന വയ്യ, ഞാൻ എടുക്കുന്ന കേട്ടാ. നമ്മൾ പറയുന്നത് സമാധാനത്തിലിരുന്ന് കപ്പ് കൊണ്ടുപോകുക. എന്താ സോസ് ആയിരുന്നു കഴിവ് തന്നെ അല്ലേ, ഒരു സാധനം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. എപ്പോഴാ ഷഡ്ഡി കീറുമെങ്കിൽ ചട്ടി എങ്ങനെയാണ് കീറുന്നു കീറും വെച്ചു മനസ്സിലാവില്ല. അനിയത്തി പ്രാവിന് നൂട്ടല്ല വന്നു. മുളകും മുളക് പൊടിയും പാറ്റ കോമ്പിനേഷൻ. കുഞ്ഞു മനസ്സിൻ നീ പിന്നെ തിന്നടാ. അവ എത്ര ധൈര്യത്തോടെ തിന്നത്. അങ്ങനെയാണ് കഴിയുന്നത്. വേണ്ട ഇനി ഒരു ലാസ്റ്റ് റൗണ്ട്. ആനി ഇതിലൂടെ ന്യൂട്രൽ അടിക്കുവാണെങ്കിൽ ന്യൂട്രൽ അല്ല ന്യൂട്രല്ല ഇല്ലാടി തന്നെ ആനി. ന്യൂട്രൽ ഇട്ട് നീ എവിടെ പോകും? ബോയ്സ് നമ്മളെ അടുത്ത സാധനം മാർഷ്മെല്ലോ. ഇതാണ് നമ്മുടെ അവസാനത്തെ സാധനം. കാരണം ഇതിൽ കൂടെ ഞാൻ മൂഞ്ചതായിരിക്കും. ആനിക്ക് ഇതുവരെ ഒന്നും കിട്ടില്ല ഗൈസ്. കിടക്കാം നമുക്കെന്നാ. എടുക്കുന്നുണ്ടോ ഫസ്റ്റ്? ആനിക്ക് ലക്കുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ. അങ്ങനെയെങ്കിലും വന്നല്ല വരി. നന്ദിയുണ്ട് സഹോദരന്മാരെ. ഇല്ല ഞാൻ തിന്നട്ടാ. ഇത്ര സമയം ഞാൻ കഷ്ടപ്പെട്ടില്ല തിന്നു. ഇതും കൊള്ളാത്ത കോമ്പിനേഷൻ ആണെങ്കിൽ കൊള്ളാം. പക്ഷെ കൊള്ളാം, പക്ഷെ ഒരു ആവറേജ് അല്ലേ ആനി? ഈ സാധനം കൊള്ളത്തില്ലെന്നാ. അങ്ങോട്ട് നോക്കി പറ. എന്താ അണ്ണാക്കിന്റെ അകത്തിങ്ങനെ ഇറങ്ങുന്നു. നമ്മൾ കഴിക്കത്തില്ല, നീ തന്നെ കഴിക്കും. ഞാൻ കഴിച്ചോളാം. അല്ല നിങ്ങൾ കഴിക്കത്തില്ല. പറ്റായിട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തുപ്പാൻ വേണ്ടി സൂപ്പറായിട്ട് കഴിക്കണം. അങ്ങനെ കൊള്ളാന്നില്ല, സൂപ്പർ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ അവസാന സാധനം നല്ലത് വന്ന് ഞാൻ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആനി വിജയിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 10 ഫുഡ് അകത്ത് പോയിട്ടുണ്ട്, പല രീതിയിൽ പല പല ഐറ്റത്തിൽ. പുളിച്ചിക്കയും ഈ സാധനം വേറെ ലെവൽ. അത് നമ്മൾ പണ്ടേ കഴിക്കുന്ന സാധനമില്ലേ, ഇത്ര വർഷം കഴിഞ്ഞില്ലേ. നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് കട്ട് തിന്നുക. അതേസ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കനവൊക്കെ വന്ന് 5 ദിവസം ബാത്റൂമിൽ കാണാം.